ജാതി കഴുകണം. എന്നിട്ട് വെള്ളം ആവശ്യമുള്ള അത്രയും പകുതിയോളം വെള്ളം ഒഴിച്ചിട്ട് നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ പിരിയണം. പിരിഞ്ഞിട്ട് ഈ കുരു കളയണം. കളഞ്ഞിട്ട് ഈ തൊലിതോടെ ഇതിനകത്തോട്ടിടണം. പിന്നെ അടുത്ത നാരങ്ങ എടുത്തിട്ട് ഇതിനകത്തെ തൊലി എടുക്കണം. തൊലിയല്ല പോയി കുരു എടുക്കണം. കുരു നമ്മൾ തപ്പേണ്ടി വരും. എന്നിട്ട് നമ്മുടെ ഈ കുരു കളഞ്ഞിട്ട് കുരു കളഞ്ഞിട്ട് നിങ്ങൾ ആ തൊലി പോലെ കളയണം. എന്നിട്ട് ഇനി നാരങ്ങ ഉണ്ടെങ്കിൽ ആ നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ചിലപ്പോ ഇങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും മുളകും ഇടാം. മുറിച്ചിട്ട് ഇതിനകത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് എന്നിട്ട് ഇതും കൂടെ പിഴിഞ്ഞിട്ട് ഇതിനകത്തോട്ടങ്ങ് ഇടണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഉപ്പ് എടുക്കും. ഉപ്പ് എടുത്തിട്ട് കുറച്ച് ഉപ്പ്, ഒരു ചെറിയ സ്പൂൺ, ഈ സ്പൂൺ ഉപ്പിടുക. എന്നിട്ട് ഇതിനകത്ത് എന്നിട്ട് അടയ്ക്കുക. എന്നിട്ട് അടക്കുക. എന്നിട്ട് നിങ്ങൾ ചെറുതായിട്ട് മുഴുവൻ എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഞാൻ കുളിക്കാച്ച് എന്നിട്ട് കറണ്ടില്ല വേണ്ട. ഇപ്പൊ കറണ്ട് പോയിക്കാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യും. പിന്നെ പഞ്ചസാര ഒരു ടീസ്പൂൺ, ഒരു നാരങ്ങ ഇതിനകത്തുനിന്ന് എടുക്കാം. എന്നിട്ട് പഞ്ചസാര അതിലോട്ട് ഇടണം. എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് കുറച്ച് പഞ്ചസാര വായിക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് എന്നിട്ട് ഗൈസ് ആദ്യം പിന്നെ ഇതാ ഇങ്ങനെ വെച്ചിട്ട് അടക്കാം. എന്നിട്ട് കരണ്ട് വന്നിട്ട് നമുക്ക് അരയ്ക്കാം. ഗുഡ് ബൈ. അടുത്ത വീഡിയോക്ക് ടാറ്റ. പോയോ?
മതി. മതി. കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് മതി, അത് വേണ്ട. ബാക്കി എടുക്കുക. എല്ലാം റെഡിയായി. നമ്മൾ ഇനി കുടി